ഇന്നത്തെ നമ്മുടെ സ്റ്റാർ റാങ്കിങ്ങിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി മലയാള സിനിമയിൽ ബാലതാരമായി വന്ന് പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും ഇന്ന് കുതിച്ചുയരുന്ന ഒരു പ്രമുഖ നായികയാണ്. മറ്റാരുമല്ല, അമ്പയത്തിലെ അഗ്രഗണ്യ അനന്യ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ സ്റ്റാർ റാങ്കിങ്ങിലേക്ക് സ്വാഗതം. അവിടെ ഇരിക്കുക. സുഖം. സാധാരണഗതിയിൽ നമ്മുടെ ഈ സ്റ്റാർ റാങ്കിങ്ങിൽ അറിയാമല്ലോ ഈ പ്രോഗ്രാമിന്റെ ഒരു സ്റ്റൈൽ എന്താണുള്ളത്. ഇവിടെ നിന്ന് ചോദ്യം വരും, അവിടെ നിന്ന് ചോദ്യം വരും, സ്ക്രീനിൽ നിന്ന് ചോദ്യം വരും, എല്ലായിടത്തുനിന്നും ഇങ്ങനെ ചോദ്യം. സാധാരണ അനന്യ അമ്പ് ചെയ്തുള്ള ശീലമല്ലേ ഇത്? ചോദ്യങ്ങളുടെ ഒരു എയ്ത്ത് അമ്പുകൾ ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും വരും. ഈ അമ്പ് എയ്യല്ലാണ്ട് തടുത്ത് പരിചയമുണ്ടോ? ഇല്ല ഇല്ല. അത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ തടുക്കാന്ന് പറയും. നമുക്ക് ഇന്ന് അതൊന്ന് തടുത്ത് ശരിക്കും സാധാരണ അങ്ങോട്ട് കൊടുക്കാം അല്ലേ? ഈ സ്ഥിരം ഏത് ഇന്റർവ്യൂവിൽ വന്നാലും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? കുറേ ചോദ്യങ്ങൾ. അതെന്തൊക്കെയാണ്? അത് ആദ്യം ചോദിക്കാതിരിക്കാലോ. എന്തുകൊണ്ട് ആയില്യ അനന്യായി ഫിലിമിൽ വന്നതിന് ശേഷം സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? എന്ത് ഇത് സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ കൂലിപ്പണിക്ക് പോകായിരുന്നു. പിന്നെ വേറെന്താണ്? പിന്നെ ഏതാണ് ഇഷ്ടം? എന്ത് ക്യാരക്ടർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനത്തെ ഇതൊക്കെയാണ് സ്ഥിരം എല്ലാവരും ചോദിക്കും. ഇതിനൊക്കെ എന്ത് ഉത്തരവാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്? എല്ലാം ഒരേ ഉത്തരം തന്നെ പറയണ്ടേ? എന്ത് ഉത്തരവായിരുന്നു പറഞ്ഞത്? ഈ ആയില്യ അങ്ങനെ അനന്യ എന്ന് വെച്ചിട്ട് ആയില്യ എന്ന് പറയുന്ന ഒരു പേരാണ് ശരിക്കുള്ളത് അല്ലെ? ശരിക്കും ഒരുപാട് പേർക്ക് അറിയാം. ഈ ആയില്യ എന്ന് പറയുമ്പോ നമ്മള് സമയമായില്ല അല്ലെങ്കിൽ സമയം ആയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് ആ പേര് മാറ്റി. അങ്ങനെയല്ല സാധാരണ പറയില്ലേ ഈ നമ്മള് ഒറ്റപ്പാലം ഭാഷ സ്ലാങ്ങിൽ പറഞ്ഞ ആയില്യട്ടോ അങ്ങനെ ആയില്യട്ടോ അല്ല, ഇത് ആയില്യം നക്ഷത്രമാണ് എന്റെ. അപ്പൊ നക്ഷത്രം ആയില്യ ആയതുകൊണ്ട് ആയില്യ എന്നുള്ളൊരു പേര് ഇട്ടു. കൗണ്ടർ അടിക്കാൻ എനിക്കറിയാം. ചിരിയാണ് മനസ്സിലായി. അടുത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതല്ല അനന്യ എന്നായി. ഈ അനന്യ എന്ന് പറയുമ്പോഴും സാധാരണഗതിയില് ഈ നിങ്ങളുടെ ഒരു നമുക്ക് ഈ ജാതകത്തിൽ വിശ്വാസം ഇല്ലാത്ത എന്റെ പേരിലോ ജാതകത്തിൽ വിശ്വസിക്കുന്നവർക്ക് അനന്യ ജാതകം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? അതെന്ത് ജാതകമാണ്? വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജാതകം ആയിരിക്കും. അതെനിക്കറിയില്ല. ഈ അനന്യ ജാതകം എന്ന് ഞാൻ പറഞ്ഞ എനിക്കറിയില്ല. പക്ഷെ അനന്യം എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് അതെ താരതമ്യപ്പെടുത്താനാവാത്തത് അനന്യം അതാണോ? ഞാൻ തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയാം. ഈ അന്യജാതകം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂടെ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ശ്രേയസ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അനന്യ കൂടെ വന്നിട്ട് വേറെ ആൾക്കാർക്ക് ശ്രേയസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കൂടെ അഭിനയിച്ച എല്ലാ ഹീറോസിനും നേട്ടവും അനന്യക്ക് കോട്ടമായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉത്തരം പറയാൻ ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? അത് ചോദിച്ചാലല്ലേ അറിയാലോ. അല്ല, സാധാരണഗതിയിൽ ഉത്തരം പറയാൻ എനിക്ക് ഞാൻ ചോദിക്കല്ലേ ദൈവമേ, ഞാൻ ചോദിച്ചാൽ എനിക്ക് 2-3 ചോദ്യങ്ങളുണ്ട്. അതേതൊക്കെയാണ്? അത് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അതങ്ങനെ പറയണ്ട. അത് പറയേ. നമ്മൾ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം ചോദിക്കൂല്ലോ. പിന്നെ ഇതെന്താ റാഗിങ്ങാ? റാഗിങ് എന്നല്ല, ഈ പ്രോഗ്രാമിന്റെ പേരാണ് റാഗിങ്. അങ്ങനെയില്ല, കുറെ ചോദ്യങ്ങളുണ്ട്. അതേതൊക്കെയാണ്? നമ്മൾ നല്ല അത് ഈ എപ്പിസോഡ് മതിയാവില്ല പറഞ്ഞത്. നമ്മൾ ഈ നല്ല സുഹൃത്തുക്കൾ അതിന്റെ പേരിൽ ഞാൻ ചോദ്യങ്ങളൊക്കെ ആദ്യം ചോദിക്കാൻ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല? ഈശ്വര, അപ്പത്തേനായല്ലോ ഈശ്വര. കൊറേ ഉണ്ട്. അത് ഏതിലൊരു 4 പറ. കൊറേ ഉണ്ടല്ലോ. അപ്പൊ സാധാരണ ഇതിൽ ഒന്നുമില്ല, അത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല എന്നുണ്ടോ? ഓക്കെ, ഇതിപ്പോ കുറെ ഉള്ളതിന്റെ പേരിൽ 4. ചോദിക്കണ്ടാത്ത ചോദ്യം ഇല്ല, അത് ചോദിക്കട്ടെ. ഞാൻ എന്ത് ഉത്തരം വേണമെങ്കിലും പറയാം. ശരി, അന്ന് ചോദിച്ചു. ഇപ്പൊ കഴിഞ്ഞ പബ്ലിസിറ്റി ഉണ്ടായിരുന്നു, മൈക്കില് ഗ്രൂപ്പ് ഇല്ലാണ്ട് ആക്ഷൻ ചെയ്തു. അപ്പോ അന്യ ഷിക്കാറിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാഡത്തിന് മൈത്രിയോട് അസൂയ തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തത്? അയ്യോ, എന്തിനാ അസൂയ തോന്നണേ? എനിക്ക് പബ്ലിസിറ്റി കിട്ടിയില്ല എന്ന് വെച്ചാൽ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല. എനിക്ക് ആ ഫിലിമില് ചെയ്യേണ്ട ഒരു സീക്വൻസ് ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞ ഷിക്കാറിലെ ഒരു ഡൂപ്പിനെ വച്ചിട്ട് ചെയ്യേണ്ട കാര്യം
ഞാൻ പറഞ്ഞു ഞാൻ ഏതെങ്കിലും ഒരു സെന്റിമെന്റ് സീനായിരുന്നു? അല്ല, ആ ഗുഹയില് എന്തൊക്കെ ഇങ്ങനെ അല്ല ചോദിച്ചാണ് ഗ്രൂപ്പിനെ വെച്ചിട്ട് ചെയ്യേണ്ടത് അതാ ചോദിച്ചത്. ഞാനില്ല, ഞാൻ സുല്ല. അതെ, ഷിക്കാറില് അവിടെ ഒരു കൊക്കയിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സീനിനാണ് ഡ്യൂപ്പിനെ അവര് വച്ചിരുന്നത്. അപ്പൊ എനിക്ക് ഡ്യൂപ്പിനെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടമില്ല. ഡ്യൂപ്പിനെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടമില്ല. ആ, എനിക്ക് എന്റെ പോലത്തെ തന്നെ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് നിക്കുക. ഡ്യൂപ്പ് ആണായിരുന്നല്ലേ? ശരിക്കും അല്ലേ ചോദിച്ചു? ആണായിരുന്നു. ആ, സ്റ്റണ്ട് മാസ്റ്ററിന്റെ അസിസ്റ്റന്റ്. അപ്പോ എനിക്ക് ഇഷ്ടമായില്ല. അപ്പൊ ഞാൻ മാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, ത്യാഗരാജ മാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, മാസ്റ്റർ എനിക്ക് ഞാൻ തന്നെ ചെയ്തോളാം. അപ്പൊ പറഞ്ഞു, അതൊന്നും പറ്റില്ല, റിസ്ക്കാ, നമുക്ക് ഷൂട്ടുണ്ട്, 10 ദിവസത്തെ ഷൂട്ട് നിൽക്കുക, അതൊന്നും ശരിയാവില്ല, നീ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, പറഞ്ഞില്ല, ആദ്യമായിട്ടാ. അപ്പൊ അവരെ കയറിലൊക്കെ കെട്ടി തൂക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. പപ്പേട്ടന്റെ അടുത്ത് പറഞ്ഞു. പപ്പേട്ടൻ പറഞ്ഞു, ആദ്യം ആരും സമ്മതിച്ചില്ല. അതിനുശേഷം ഞാൻ ഉറപ്പ്, ഞാൻ ചെയ്തോളാം, ഞാൻ നല്ലോണം ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്താണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതില് ആ സമയത്ത് പബ്ലിസിറ്റി കിട്ടിയില്ലെങ്കിലും എനിക്ക് കുറെ പ്രൊമോഷണൽ വർക്ക്സിന്റെ സമയത്തൊക്കെ ചോദിച്ചിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു. ശരിക്കും ആ സമയത്ത് ഞാൻ പറയട്ടെ, മാനസികാവസ്ഥ ഏതോ ഒരു ലവ് ഒളിഞ്ഞിരിക്കുന്ന സമയമല്ല. ഒരിക്കലും ഇല്ല, സത്യമായിട്ടാണ്. അല്ല, ലവ് പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് ഇത് എന്തെങ്കിലും പണ്ടാറടങ്ങട്ടെ, ചാകണി ചാട്ടി ചാകണി ചാട്ടി എന്നുള്ള സ്റ്റൈലിൽ ചെയ്താൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ മരിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് മരിക്കണം. ഇത് അതിന്റെ മുകളിൽ നിന്നൊക്കെ ചാടി കഴിഞ്ഞാൽ കാണാനൊക്കെ ഭംഗിയൊക്കെ വേണ്ടേ കിടക്കുമ്പോ? അത് ഏതൊക്കെ ടൈപ്പ് പറഞ്ഞോളൂ. ഭംഗിയിൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ മരിക്കുന്നതൊക്കെ, വെറുതെ ഇരിക്കുമ്പോ നമുക്ക് അറ്റാക്ക് ഒക്കെ വന്ന് മരിക്കുമ്പോ പ്രശ്നമുണ്ടോ? കാണാൻ ഭംഗിയുണ്ട്. വല്ലയിടത്തും വീണൊക്കെ ചാവുകയാണെങ്കിൽ എങ്ങനെയാ ഭംഗിയുണ്ടാവും? മരിച്ച് കിടക്കണ കാണാൻ ഭംഗിയുണ്ടാവും? അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇത് ചളങ്ങി പിളങ്ങിന്നിരിക്കും, അതിന്റെ മുകളിൽ നിന്ന് ചാടി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല. ഇനിയൊരു ചോദ്യം എവിടുന്നല്ല ഞാൻ കേട്ടിട്ടുണ്ട്, അനന്യ പണ്ട് സ്കൂൾ യുവജനോത്സവ വേദിയിലൊക്കെ വളരെ പ്രശസ്തയായ ഒരു കാതികയായിരുന്നു, പാട്ടുകാരിയായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വേദിയിൽ വെച്ചിട്ട് ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പാടിത്തരുമോ? നല്ല ആവശ്യമാണ് കുട്ടി പറഞ്ഞത്. ഒരിക്കലും റാഗിംഗ് ആയിട്ട് ബന്ധമില്ലാത്ത ഒരു പാട്ട്. ഇപ്പം സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പൊ നായികയായി, ബാലതാരമായി വന്നു, നായികയായി, തമിഴിൽ അഭിനയിച്ചു, അതിനുശേഷം കല്യാണം കഴിച്ചു, വിവാഹമായിരുന്നു അല്ലെ? ഈ വിവാഹത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എല്ലാപ്പോഴും ഇന്റർവ്യൂവിൽ ചോദിക്കാറുണ്ട്. ഇപ്പം സാധാരണ പറയാൻ പറ്റുന്നതാണെങ്കിൽ, അല്ലാണ്ട് ഇപ്പം നമ്മളിപ്പോ ഈ ഇവിടെ വന്നിരുത്തിയിട്ട് അനന്യയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു, അങ്ങനെയല്ല. പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ആ വിവാഹം ഇങ്ങനെ വിവാദമായത് എന്തുകൊണ്ട് എന്നൊന്നും പറയാൻ പറ്റും. അത് ഓരോ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാര് വെറുതെ വിവാദമാക്കിക്കൊണ്ട് കിടന്നു. ഞങ്ങൾക്കത് വിവാദം അല്ല. എന്തായിരുന്നു അത്? അങ്ങനെ വിവാദമാകാൻ കാരണം എന്താണ്? സാധാരണ എല്ലാവരും അറേഞ്ച് ചെയ്തിട്ട് കഴിച്ച ഒരു സാധാരണ കല്യാണം. അത് വിവാദം അല്ല, വിവാഹമാണ്. അത്രേ ഉള്ളൂ. വിവാദമല്ല. ഇപ്പൊ ഹാപ്പി അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഭർത്താവിന്റെ പേര് ആഞ്ജനേയ. ശരിക്കും ഇഷ്ടദൈവം ആഞ്ജനേയനായിരുന്നു? ഇല്ല, അല്ല, പ്രാർത്ഥിക്കാറുണ്ട്. ആഞ്ജനേയ എന്ന് പറഞ്ഞ ഹനുമാനല്ലേ? അതെ അല്ലേ? അതെ. അപ്പൊ ഇഷ്ടദൈവം ഹനുമാനായിരുന്നു. പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ. അങ്ങനെ പണ്ട് ഞങ്ങള് ഈ മിമിക്രി സ്കിറ്റൊക്കെ കളിക്കുമ്പോഴേ ഇഷ്ടദൈവം ഹനുമാനാണല്ലേ? അശോക് ചേട്ടനാണ്. അശോക് ചേട്ടൻ സ്ഥിതിക്കായി കളിക്കുന്നുണ്ട്. ഹനുമാനാണല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? മോന്ത കണ്ടപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ